Hello friends, welcome back to my channel. ഇന്ന് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടാപ്പം നല്ല എളുപ്പത്തിൽ തന്നെ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് കാണാം. അപ്പോൾ നമുക്ക് വേഗം വീഡിയോക്ക് കടന്നാലോ. അപ്പോൾ നമ്മളൊരു ബൗളിൽ 1/2 ടേബിൾ സ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് ലൂക്ക് വാം വാട്ടർ ഒഴിച്ച് കൊടുക്കാം. ഇത് നമുക്കൊരു 10 മിനിറ്റ് ഫെർമെൻറ്റ് ആവാനായിട്ട് മാറ്റി വയ്ക്കാം. നമ്മളിപ്പോൾ മിക്സിയുടെ വലിയ ജാറിൽ 1 കപ്പ് നല്ല ഫൈൻ ആയിട്ടുള്ള അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത്. നമ്മളെ ഇടിയപ്പം ഉണ്ടാക്കാനുള്ള പൊടി അല്ലെങ്കിൽ വെള്ളയപ്പം ഉണ്ടാക്കാനുള്ള പൊടിയാണ് വേണ്ടത്. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് ഗ്രേറ്റഡ് കോക്കനട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 1/4 കപ്പ് നമ്മുടെ വെള്ള അവൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിന് നല്ലൊരു കളർ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഇടുന്നത്. പിന്നെ 1/4 സ്പൂണ് ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിന് ശേഷം നമുക്കൊരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്കൊരു 1/2 കപ്പ് ലൂക്ക് വാം വാട്ടറും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്കൊന്ന് 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റിന് ശേഷമൊക്കെ കാണാൻ നമ്മുടെ അവലൊക്കെ നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് നമ്മുടെ ഈസ്റ്റ് ഫെർമെൻറ്റായി വന്നിട്ടുണ്ട്. ഇതും കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിന് ശേഷം നമുക്ക് ഈസ്റ്റിൻ്റെ പാത്രത്തിലേക്ക് തന്നെ ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ലൂക്ക് വാം വാട്ടറിന് എടുത്താൽ കുറച്ചും കൂടി നല്ലത്. ഇതും കൂടി ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നമ്മുടെ ദോശമാവിൻ്റെ ബാറ്റർ പോലെ വേണം ഇതിൻ്റെ തിക്നെസ്. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് ലൂക്ക് വാം വാട്ടർ കുറച്ചും കൂടി ആഡ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മുടെ ദോശമാവിൻ്റെ ബാറ്റർ പോലെ തന്നെ നന്നായി പേസ്റ്റായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഇത് നമുക്ക് ഇനി ഒരു 1.5 അല്ലെങ്കിൽ 2 മണിക്കൂർ വരെ ഒന്ന് പൊന്താനായിട്ട് മാറ്റി വയ്ക്കാം. ഇത് നമ്മുടെ മാവ് പൊന്തി വന്നിട്ടുണ്ട്. ഇപ്പോൾ 2 മണിക്കൂറോളം എടുത്തിട്ടുണ്ട് ഇത് പൊന്തി വരാനായിട്ട്. ഇത് ചില സ്ഥലത്ത് ചിലപ്പോൾ 3 മണിക്കൂർ എടുക്കും. പക്ഷേ ഇത് പൊന്തിയതിന് ശേഷം നിങ്ങൾ അധികം നേരം വെയിറ്റ് ചെയ്യരുത്, അല്ലെങ്കിൽ നമ്മുടെ മാവ് പുളിച്ചു പോകും. ഇത് നമ്മളൊരു പ്ലേറ്റിൽ ഒന്ന് കോക്കനട്ട് ഓയിൽ വെച്ചിട്ടൊന്ന് ഗ്രീസ് ചെയ്യാം. നമ്മുടെ അപ്പം ഉണ്ടാക്കുന്ന പ്ലേറ്റിൽ ഇത് നമുക്കൊരു പകുതി അല്ലെങ്കിൽ 1/4 ഭാഗം മാത്രമേ നിറയ്ക്കാൻ പാടുള്ളൂ. നമ്മുടെ ബാറ്റർ ഇത് വേവുമ്പോൾ വീർത്ത് വരും. അതുകൊണ്ടാണ് ഇത് നമുക്ക് എല്ലാ പ്ലേറ്റ് റെഡിയാക്കിയതിന് ശേഷം നമുക്കിത് കുക്കറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് ആവി കയറ്റാനായിട്ട് വെക്കാം. ഇത് കുക്കറിലാണ് വെക്കുന്നതെന്ന് ഇത് വിസിലില്ലാണ്ട് വേണം നമുക്കൊരു 10-15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ വട്ടാപ്പം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. തണുത്തതിന് ശേഷം നമുക്കിതിൻ്റെ അരുവൊക്കെ ഒന്ന് വിടിയിച്ചു കൊടുക്കാം. ഇതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇത് മാറ്റാം. ഇത് നമുക്ക് ഇനിയൊന്ന് ചെറുതായി പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം നല്ല സോഫ്റ്റും ഫ്ലഫി ആയിട്ട് വട്ടാപ്പം റെഡി ആയിട്ടുണ്ട്. നിങ്ങളിപ്പോൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടമാവും. നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ.